കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിന് സൈന്യം എത്തുന്നത് അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം. അപകട സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾക്കായി ISROയുടെ സഹായം തേടി കർണാടക. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും. അർജുനെ കാത്തു പ്രതീക്ഷയോടെ നാട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും എന്നുവെച്ചാൽ അവർക്ക് തന്നെ അറിയാം. കൃഷ്ണസ്ഥലം അത് തന്നെയല്ലേ, ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വെറും പരാജയമായിട്ടുള്ള ഒരു വഴിയിലേക്കാണ്. കറക്റ്റ് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഡെബ്രിസിനകത്ത് ട്രക്ക് ഇവിടെ നിന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിനെ വെളിയെത്തിക്കാം. ട്രക്ക് പോയിന്റ് ഔട്ട് ആയിട്ടില്ല. അകത്ത് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പൂർണ്ണമായിട്ടും ഞാൻ വിക്ടിമിൻ്റെ അളിയനെ ജിതിൻ പറഞ്ഞിരുന്നത്. ജിതിൻ നമ്മൾ വർക്ക് കണ്ടുകൊണ്ടിരിക്കുക. അവർക്ക് അവരും ജിതിൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. RTOയിലെ 3 ആൾക്കാരുണ്ട്, അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് വർക്ക്. എന്നപ്പോൾ ഈ നേരായ ദിശയിലല്ല ഈ വർക്ക് ഇത്ര ദിവസം പോയിക്കൊണ്ടിരുന്നത്. അവർ റോഡ് മണ്ണ് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ് അവർ. കേരള സംഘം എത്തും വരെ രക്ഷാപ്രവർത്തനം പരാജയമായിരുന്നെന്ന് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത്. സിഗ്നൽ കൃത്യമായി കിട്ടിയാലുടൻ മണ്ണ് നീക്കാം. മുകളിലെ മണ്ണ് നീക്കി ലോറിയുടെ മേൽഭാഗം തകർത്ത് റെസ്ക്യൂ ട്യൂബ് ഇറക്കി രക്ഷപ്പെടുത്താമെന്നും രഞ്ജിത്ത് പറയുന്നു. ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് കിട്ടണം. പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക. കർണാടക സർക്കാരിൽ വിശ്വാസം കുറഞ്ഞതായി ഷിരൂരിൽ കാണാതായ അർജുന്റെ കുടുംബം. കേരളത്തിൽ നിന്ന് ആളുകളെ വിടണം. 5 ദിവസമായിട്ടും എന്തുകൊണ്ട് കർണാടക സർക്കാരിന് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അർജുന്റെ കുടുംബം. സംസ്ഥാനത്ത് വീണ്ടും നിപ. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 15-കാരന് രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 24 മണിക്കൂർ കൺട്രോൾ റൂം. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം. രോഗബാധിതനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മലപ്പുറത്തെ നിപ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 214 പേർ. 60 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ. സമ്പർക്ക പട്ടികയിലുള്ളവർ ഐസൊലേഷനിൽ ഇരിക്കണമെന്ന് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. രണ്ട് ദിവസത്തെ CPIM സംസ്ഥാന സമിതി യോഗത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും ജനപ്രീതി തിരിച്ചുപിടിക്കാനുള്ള തെറ്റുതിരുത്തൽ രേഖ യോഗത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാന സമിതിയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തൽ രേഖ അന്തിമമാക്കും. യമൻ തുറമുഖത്ത് വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. ആക്രമണം യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്ത്. 3 മരണം, 100ഓളം പേർക്ക് പരുക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചെന്ന് KK ശൈലജ. ഭരണത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. സാമൂഹ്യ പെൻഷനുകൾ മുടങ്ങിയത് തിരിച്ചടിയായി. കാഫിർ സ്ക്രീൻഷോട്ട് KK ലതിക പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ലെന്നും ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ KK ശൈലജ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും കൂടുതൽ സാമൂഹ്യക്ഷേമ നടപടികൾ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അതിൻ്റെ പാരമ്യത്തിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ, ചെറുതല്ല വലിയ ബുദ്ധിമുട്ടുകൾ ഇടതുപക്ഷം നേരിട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാൻ പറ്റിയില്ല. ജനങ്ങൾക്ക് നിങ്ങൾ എവിടുന്ന് പൈസ വാങ്ങിയിട്ട് തരുന്നു എന്നുള്ളതൊന്നൊരു വിഷയം.
മാക്സസെ അവാർഡിനെ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് കെ ശൈലജ. അവാർഡിനെ വില കുറച്ച് കാണുന്നില്ല. മദർ തെരേസ അടക്കം നേടിയ അവാർഡ് കോവിഡ് പ്രതിരോധത്തിനുള്ള അംഗീകാരമാണെന്നും കെ ശൈലജ ന്യൂസ് മലയാളം ക്രോസ് ഫയർ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഇന്ന്. സമ്മേളന നടത്തിപ്പിന് കക്ഷി നേതാക്കളിൽ നിന്ന് കേന്ദ്ര സർക്കാർ സഹകരണം തേടും. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് യോഗത്തിനെത്തില്ല. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ VN വാസവൻ, വീണ ജോർജ് എന്നിവർ പങ്കെടുക്കും. ക്രമീകരണങ്ങൾ പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ. തൃശൂരിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തീയിട്ടു. ആക്രമണം വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നേരെ. തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ UD ക്ലർക്കിന് പരുക്ക്. പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം അക്രമി ഓടി രക്ഷപ്പെട്ടു. വനിതാ ഏഷ്യാകപ്പിൽ വിജയക്കുതിപ്പ് തുടരാൻ ഇന്ത്യ. സെമി ഉറപ്പിക്കാൻ ഇന്ത്യൻ വനിതകൾ UAE-ക്കെതിരെ. മത്സരം ഉച്ചയ്ക്ക് 2 മണിക്ക്. രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാൻ വനിതകൾ നേപ്പാളിനെ നേരിടും. ഒളിമ്പിക്സ് ടീം ഇനത്തിൽ ഇന്ത്യൻ പ്രതീക്ഷയായ ഹോക്കി ടീം പാരീസിൽ. ഇന്നലെ വൈകിട്ടോടെയാണ് 19 അംഗ സംഘം പാരീസിലെത്തിയത്. ഹർമൻപ്രീത് സിംഗിന്റെ കീഴിലിറങ്ങുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂലൈ 27-ന് ന്യൂസിലൻഡിനെതിരെ. സ്പാനിഷ് പരിശീലകൻ മനോള മാർക്വസ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ. ഇഗോസ് ഡിമാക്കിന്റെ പിൻഗാമിയായാണ് മാർക്വസ് എത്തുന്നത്. നിലവിൽ ISL ക്ലബ് ഗോവയുടെ പരിശീലകനാണ് മാർക്വസ്.